Hi, ladies and gentlemen. Welcome back to my new video. ജലാലുദ്ദീനാണ്. ഇന്ന് നമുക്ക് വാട്സപ്പിലെ പുതിയൊരു അപ്ഡേറ്റിനെ പരിചയപ്പെടാം. അപ്പോൾ വാട്സപ്പിൽ ഈ ഇടയായിട്ട് വളരെയധികം അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ വളരെ യൂസ്ഫുള്ളായി തോന്നിയ ഒരു അപ്ഡേറ്റാണ് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഫോട്ടോയാവട്ടെ വീഡിയോ ആവട്ടെ നമ്മൾ വാട്സപ്പിലൂടെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിൽ കാണുന്ന അതേ സെയിം ക്ലാരിറ്റിയിലായിരിക്കില്ല മറ്റുള്ളവർക്ക് ലഭിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നൊരു മാർഗമാണ് ഫയലിനെ അല്ലെങ്കിൽ ഫോട്ടോയെ അല്ലെങ്കിൽ വീഡിയോയെ PDF രൂപത്തിലാക്കി അയച്ചു കൊടുക്കുന്ന രീതി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ഫോട്ടോയോ വീഡിയോയോ PDF ആക്കുന്നതിനായി നമ്മൾ സാധാരണ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളാണ് ഉപയോഗിക്കാറ്. എന്നാൽ ഇപ്പോൾ വാട്സപ്പിൽ തന്നെ അതിനൊരു പുതിയ ഫീച്ചർ വന്നിരിക്കുകയാണ്. നമുക്ക് ഡയറക്റ്റ് ആയിക്കൊണ്ട് തന്നെ വാട്സപ്പിലൂടെ ഏതെങ്കിലും ഫയലോ ഫോട്ടോയോ വീഡിയോയോ നമുക്കൊരു PDF രൂപത്തിലാക്കി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ കഴിയുന്നതാണ്. അത് എങ്ങനെയെന്ന് നമുക്കിതൊന്ന് മനസ്സിലാക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ, നിങ്ങൾ ഉപയോഗിച്ചൊരു ഫീച്ചറാണെങ്കിൽ എൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനു മുന്നോടിയായി നമ്മൾ ക്യാമറയിൽ ജസ്റ്റ് ഒരു ഫോട്ടോ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ ഏത് നമ്പറിലേക്കാണ് നമുക്ക് PDF അയക്കേണ്ട ആ നമ്പർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം പിൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ കാണാം ഡോക്യുമെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചൂസ് ഫ്രം ഗാലറി. ഇപ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യുക ഏതാണോ അയക്കേണ്ടത്. സെലക്ട് ചെയ്തതിനു ശേഷം ഫയലിന് ഇതിലൊരു പേര് നൽകണമെന്നുണ്ടെങ്കിൽ അതവിടെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. ഞാൻ ജസ്റ്റ് ഒരു KDM എന്ന് ടൈപ്പ് ചെയ്ത് നൽകുകയാണ്. അതിനുശേഷം സെൻഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ PDF റെഡി ആയിട്ടുണ്ട്. ഇത്രയും വളരെ എളുപ്പത്തിൽ നമുക്കിപ്പോൾ ഒരു PDF റെഡിയാക്കി വാട്സപ്പിലൂടെ അയക്കാൻ കഴിയുന്നതാണ്. ഇതാണ് എനിക്ക് വളരെ യൂസ്ഫുള്ളായി തോന്നിയൊരു ഫീച്ചർ ഇതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ടെക്നിക്കൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.